പ്രധാനമായും ഈ പൂജ ചെയ്യേണ്ട ആള് കല്യാണിയായിരുന്നു. അല്ല, ക്ഷേത്രക്കുളത്തിൽ വെച്ച് ആർക്ക് ശിവലിംഗം കിട്ടിയോ അവരല്ലേ ശിവലിംഗ പൂജ ചെയ്യേണ്ടത്? അത് തന്നെയാ കല്യാണി ഞാനും പറഞ്ഞത്. ഈ ശിവലിംഗത്തിന് പൂജ ചെയ്യാനുള്ള അർഹത കല്യാണിക്കാണെന്ന്. അതെന്താ അങ്ങനെ പറയണേ? ശിവലിംഗത്തെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മുകളിലോട്ട് കൊണ്ടുവന്നത് നന്ദനയല്ലേ? എല്ലാവരും കരുതിയിരിക്കുന്നത് അങ്ങനെയാ. എന്നാ ആ കുളത്തിന്റെ ആഴങ്ങളിൽ എന്ത് നടന്നൂന്ന് നിന്റെ മനസാക്ഷിക്കും അറിയാം, എനിക്കും അറിയാം. എന്തൊക്കെയായി പറയണേ? എനിക്കായി നീ നേടിത്തന്നതോ പിന്നെ വിട്ടു തന്നതോ ആയ കാര്യം മറ്റാർക്കും അറിയില്ല. പക്ഷേ എനിക്കാ കാര്യം അറിയില്ലെന്ന് നീ പറയരുത്. വെള്ളത്തിനടിയിൽ എന്ത് നടന്നുവെന്നും ശിവലിംഗം എന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്നും എനിക്ക് നന്നായിട്ടറിയാം. ആഴത്തിൽ തിരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും കരുതുന്നത് പോലെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടല്ല എനിക്ക് ശിവലിംഗം കിട്ടിയത്, നിന്റെ കാരുണ്യം കൊണ്ടാ. എനിക്ക് കിട്ടിയ ഈ അംഗീകാരമെല്ലാം നിനക്ക് കിട്ടേണ്ടതായിരുന്നു. നിനക്കുള്ളതെല്ലാം നീ എനിക്ക് വിട്ടുതന്ന് നീ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സിനെന്തോ വിഷമം പോലെ. എന്നെയും നിന്നെ എന്ന മട്ടില് നമ്മളെ രണ്ടുപേരെയും വേർതിരിച്ച് കാണരുത്. നമ്മളെ രണ്ടും ഒന്നാ, ഒരു മനസ്സാ. ഒരു മുഖത്തെ രണ്ട് കണ്ണുകൾ പോലെ നമ്മൾ രണ്ടുപേരും തൃച്ചംബരത്തെ മരുമക്കളാ. വെള്ളത്തിനുള്ളിൽ മറഞ്ഞു കിടന്ന സ്ഫടിക ശിവലിംഗം പോലെ ആരും കാണാതെ ഞാനും, പുറത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശിവലിംഗം പോലെ നന്ദനയും. രണ്ടും ഒന്നു തന്നെയായിരിക്കും, ഒരു വേർതിരിവും ഉണ്ടാവില്ല. അങ്ങനെ കാണാനും പാടില്ല. ഒരിക്കലും ഗംഗയുടെ കയ്യിലേക്ക് ഈ ശിവലിംഗം കിട്ടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ദൈവം നടത്തി തരുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ അനുജത്തിക്ക് കിട്ടിയ അംഗീകാരമെല്ലാം എനിക്ക് കിട്ടിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ഈ മനസ്സില് ഒരു വിഷമവും വേണ്ട. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണതാ എനിക്കിഷ്ടം. അതുകൊണ്ട് നമുക്ക് മാത്രം അറിയാവുന്ന ഈ കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അത് മറച്ചു വെക്കുന്ന പാപമല്ല, ഒരു രക്ഷയാ. കല്യാണി, നിന്റെ ഈ നിറഞ്ഞ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ മുമ്പിൽ ഞാനിപ്പോ തോക്ക്.
ഇത് ആരാണോ പുറത്തെടുക്കുന്നത് അവരുടെ കൈകളിൽ നിന്ന് ഇത് തിരികെ കുളത്തിലേക്ക് വീഴാൻ ഇടവരരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് തൃച്ചംബരത്തിന് വലിയ ആപത്തുണ്ടാക്കും. കുളത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃഷ്ണേട്ടനോട് ചോദിച്ചാൽ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരവ് ഒരിക്കലും കിട്ടില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. എന്തൊക്കെ പരീക്ഷണങ്ങളായി തരുന്നത്. ഇതിനൊരു ശരിയായ മറുപടി തരാൻ ഗുരുജിക്കേ കഴിയൂ. ഗുരുജിയോട് തന്നെ ചോദിച്ച് അതിന്റെ സംശയങ്ങൾ മാറ്റിയാലേ എന്റെ മനസ്സിന്റെ തിരയിളക്കം ഒന്ന് കുറയൂ. രക്ഷിക്കണേ, പാമ്പ്, വലിയ പാമ്പ് എന്നെ കാലി ചുറ്റി, എന്നെ കടിച്ചു. മാഡം, ഇവൻ കത്തിയുമായിട്ടാ കുളത്തിലിറങ്ങിയത്. നിങ്ങളിൽ ആരെയോ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക ഇവൻ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകൾ നന്ദനയെ കൊല്ലാൻ നോക്കി നിന്നെ വെറുതെ വിടില്ല ഞാൻ. പട്ടടയൊരുക്കി കാത്തിരുന്നു. വരുന്നുണ്ട് ഞാൻ. ഗുരുജി, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. സംശയങ്ങൾ ചോദിക്കുന്നവർ പുതിയ പുതിയ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. ചോദിച്ചോളൂ. തൃച്ചംബരത്തെ കല്യാണക്കാരിയോ? കല്യാണിയാണ് അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ മൂത്ത മരുമകളെന്ന് ഗുരുജി പറഞ്ഞു. അതിലെന്താണ് സംശയം ശിഷ്യ? കല്യാണി തന്നെയാണ് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ. ഞാനത് വ്യക്തമാക്കിയ കാര്യമാണല്ലോ. അത് ശരിയാണ് ഗുരുജി. പക്ഷേ എനിക്ക് പിന്നെ ഒരു സംശയം. പടിക ശിവലിംഗം കല്യാണിയുടെ കൈ കിട്ടാതെ കല്യാണി എങ്ങനെ അഖിലാ മേഡത്തിന്റെ മൂത്ത മരുമകളാകും? ശിവലിംഗം കിട്ടിയത് നന്ദനയുടെ കയ്യിലല്ലേ? ന്യായമായ ചോദ്യം. മലയാള വ്യാകരണത്തിൽ ഉൾപ്രേക്ഷ എന്നൊരു അലങ്കാരമുണ്ട്. ആ അലങ്കാരത്തിന്റെ ലക്ഷണം എന്താണെന്ന് ശിഷ്യനറിയാമോ? ഇല്ല ഗുരുജി. എന്താണാവോ? ഒന്ന് പറഞ്ഞു തന്നാലും. പറയാം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന വർണ്ണ്യത്തിലാശങ്ക ഉൾപ്രേക്ഷാഖ്യമലങ്കൃതി. ഇതാണ് അതിന്റെ ലക്ഷണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അതാണ്. ഒന്ന് വിശദമാക്കി തരാമോ ഗുരുജി? പറയാം. ശിവലിംഗം നന്ദനയുടെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോ അത് നന്ദനയ്ക്ക് കിട്ടിയതായിരിക്കുമെന്ന് ശിഷ്യൻ കരുതി. അത് നന്ദന കണ്ടെത്തിയതാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ നന്ദനയുടെ കൈകളിൽ വന്നുചേർന്നിരിക്കുന്നതാണോ എന്ന് കുളക്കരയിൽ നിൽക്കുന്ന ശിഷ്യനോ മറ്റുള്ളവരോ അറിയുന്നില്ല. ജലത്തിനു മുകളിൽ നടന്ന കാഴ്ചയെ എല്ലാവരും കണ്ടുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. പിന്നെ ജലത്തിനടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഉൾക്കാഴ്ചയിലൂടെ നാം കണ്ടു. ഓ,
ഇതാണ് സംഭവിച്ചത്. ശിവലിംഗം കിട്ടിയത് കല്യാണിയുടെ കൈകളിലാണ്. കല്യാണി അത് ജലാശയത്തിനുള്ളിൽ വെച്ച് തന്നെ നന്ദനയുടെ കൈകളിലേക്ക് കൈമാറി. ഇവിടെ നമ്മൾ കാണേണ്ടത് കല്യാണിയുടെ മനസ്സിന്റെ വ്യാപ്തിയാണ്. കൈവന്ന സൗഭാഗ്യം മറ്റൊരാൾക്ക് വേണ്ടി ത്യജിച്ച ആ പെൺകുട്ടി എത്രയോ വലിയൊരു ത്യാഗമാണ് ചെയ്തിരിക്കുന്നതെന്ന് ശിഷ്യനൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ജഗദീശ്വരന്റെ ലീലാവിലാസങ്ങൾ. എല്ലാം ശിവമയം. ശംഭോ മഹാദേവ, നീയേ തുണ. എന്താ ആന്റി, ഒരു മുന്നറിയിപ്പും കൂടാതെ എന്നെ കാണാൻ ഇങ്ങോട്ട്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആന്റി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുമായിരുന്നല്ലോ. എന്തായാലും പേഴ്സണൽ കാര്യമായിട്ട് ആന്റി എന്നെ തിരക്കി വരുമെന്ന് എനിക്ക് ധാരണയില്ല. എന്തെങ്കിലും ബിസിനസ് കാര്യമായിട്ടായിരിക്കും ഈ വരവല്ലേ? എന്താ ആന്റി, ശരിയല്ലേ? യമദേവനെ ആരെങ്കിലും ഫോൺ ചെയ്തു വരുത്തൂ? ഇല്ല. സമയമാകുമ്പോ യമദേവൻ കൊണ്ടുപോകേണ്ടവരെ തേടിയെത്താറാണ് പതിവ്. അതുപോലെ നിന്നെ തേടിയാ ഞാനിപ്പോ വന്നത്. കൊള്ളാം, അതിന്റെ കാരണം അറിയില്ല എന്നുള്ള നിന്റെ ഈ നാട്യം. അയ്യോ ഇല്ല ആന്റി, സത്യമായിട്ടും എനിക്കറിയില്ല. No! You know everything. And you were expecting me throughout. നിന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട്. എപ്പോഴും റോങ് സൈഡിലൂടെ മാത്രമാണ് നിന്റെ യാത്ര. ഓരോ തവണയും നീ എന്റെ കുറുകെ ചാടി എന്റെ വഴി മുടക്കാൻ ശ്രമിക്കുമ്പോ അപ്പൊപ്പം ഞാൻ വന്ന് നിന്നെ താക്കീത് ചെയ്യുകയും വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. But you keep repeat your repulsive action again and again. നാണമില്ല നിനക്ക്? ലജ്ജയും അഭിമാനവും ഇല്ലാത്ത പിഴച്ച ജന്മം. എന്റെ ജന്മലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിരിക്കട്ടെ, ഇപ്പൊ എന്നെ താക്കീത് ചെയ്യാനും പകരം വീട്ടാനും ഒക്കെ ഇറങ്ങി തിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? Shut up, you. നീ തൃച്ചംബരത്തെ കുടുംബക്ഷേത്രത്തിലെ കുളക്കടവിൽ വന്നത് എന്താ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ശോ, എന്താ ആന്റി, എനിക്ക് ക്ഷേത്രത്തിൽ വരാൻ എന്തെങ്കിലും വിലക്കുകളുണ്ടോ? ഞാൻ വന്നതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനാ. നീയോ പ്രാർത്ഥിക്കാനോ? അതും തൃച്ചംബരത്തെ കുടുംബക്ഷേത്രത്തിൽ? തൃച്ചംബരത്തെ എക്കാലത്തെയും ബദ്ധശത്രുവായ നാഗമടത്തെ പ്രിയങ്ക ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ണുടച്ച് വിശ്വസിക്കാൻ നിന്നെപ്പോലെ ഞാൻ വിഡ്ഢിയൊന്നുമല്ല. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ശിവലിംഗമെടുക്കാൻ ഇറങ്ങിയ എന്റെ മരുമക്കളെ കൊല്ലാൻ വാടക കൊലയാളിയെ ഏൽപ്പിച്ചിട്ട് അവരെ കൊല്ലുന്നത് കൺകുളിർക്കെ കാണാൻ വേണ്ടി മാത്രം നീ വന്നെത്തിയതാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമക്കളെ കൊല്ലുന്നതിന് വാടക കൊലയാളിയെ നിയോഗിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?
മറ്റൊരു വീട്ടിൽ പോയി വാഴേണ്ട പെൺകുട്ടിയല്ലേ, സാരമില്ല, വിട്ടേക്കാന്ന് ഞാൻ ഓരോ തവണ വിചാരിക്കുമ്പോഴും അതിനനുസരിച്ച് പിന്നെയും പിന്നെയും എന്റെ നേരെ പണം വിടർത്തി ചീറ്റുന്നു നീ. യെസ്, ഐ ഡിഡ് ഇറ്റ്. ബട്ട് യു ആർ മിസ്റ്റേക്കൺ ആന്റി. ആന്റി എന്താ പറഞ്ഞത്? എന്നെ ജീവിക്കാൻ വിട്ടെന്നോ? എപ്പോ? എന്ന്? എന്നെ ജീവിക്കാൻ വിട്ടില്ല നിങ്ങൾ. ആനന്ദിന്റെ പെണ്ണായി ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിങ്ങളിപ്പോ മറ്റൊരുത്തെ കൊണ്ട് നിർത്തിയിരിക്കല്ലേ, ആ ഗംഗയെ. അവളെ കൊല്ലാനാ ഞാൻ വാടക കൊലയാളിയെ നിയോഗിച്ചത്. നന്ദനെ കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല. അവൾ എന്റെ ശത്രുവല്ല. മിണ്ടരുത് നീ. ഗംഗ എന്റെ മൂത്ത മരുമകളാ. അവളെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഇനി നിന്നെ ഞാൻ ജീവനോടെ വിട്ടെങ്കിലല്ലേ അവളെ കൊല്ലാൻ ശ്രമിക്കൂ. നിന്നെ ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് കൊല്ലാൻ പോവാ. ഇത്ര നാളും ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ശത്രുവിനോട് ഒരിക്കലും ദയ കാട്ടരുത്. ശത്രുവിനോട് ദയ കാട്ടിപ്പോയാൽ സമാധാനം കിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് പാടില്ല. നിന്നോട് ദയ തോന്നിയതും പലവട്ടം വിട്ടുകളഞ്ഞതും എന്റെ തെറ്റ്. നിർത്തണേ. നീ ചിരിച്ചെന്നെ പരിഹസിക്ക? ഞാൻ കൊല്ലില്ലാന്ന് വിചാരിച്ചാണോ നീ ചിരിച്ചത്? ശത്രുവിനെ ജീവനോടെ വിട്ടാൽ സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ആന്റി. അതോർത്ത് ചിരിച്ചുപോയതാ. ഞാൻ മാത്രമാണ് ശത്രു എന്ന് ആന്റി കരുതിയോ? ആന്റി അറിയാതെ ആന്റിയുടെ ശത്രുക്കൾ തൃച്ചംബരത്ത് തന്നെ ഉണ്ട്. എപ്പോഴും പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടകാരിയാവുന്നതേ നമ്മൾ പോലും അറിയാതെ നിഴല് പോലെ കൂടെ നിൽക്കുന്ന ശത്രുക്കളാ. അതെ, അവര് കാരണോ ഇനി ആന്റിയുടെ സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നത്. മരണഭയം കൊണ്ട് സമനില തെറ്റി പിച്ചുമ്പയും പറയുന്നു നീ. മരണത്തിന് മുന്നിൽ ഈ പ്രിയങ്ക പതറില്ല ആന്റി. മരിക്കുമെന്ന് തോന്നിയാ എനിക്ക് ശക്തി കൂടും. മരുമകളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് കണ്ടുപിടിച്ച ആന്റി സ്വന്തം വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആന്റിയുടെ തൃച്ചംബരത്തെ ആന്റി അറിയാതെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് അത് ആന്റിയുടെ മുമ്പിൽ മറച്ചുവെച്ച് ആന്റിയെ കബളിപ്പിക്കും. പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ആന്റിക്ക് ശ്രദ്ധ. അതിനാൽ തൃച്ചംബരത്ത് നടക്കുന്ന അന്തർനാടകങ്ങളൊന്നും ആന്റി അറിയുന്നില്ല. എനിക്കെന്നും തോന്നിയിട്ടുള്ള ഒരു സത്യം, ആനന്ദിന് ദൈവം വധിച്ച പെണ്ണ് കല്യാണിയാണ്. എന്റെ ആഗ്രഹം ആനന്ദിന്റെയും കല്യാണിയുടെയും വിവാഹം. ഇവർ തമ്മിലുള്ള കല്യാണം എന്നേ കഴിഞ്ഞു. ഇവർ 10ൽ 10 പൊരുത്തമുള്ള ദമ്പതിമാർ തന്നെ. എന്താ എന്തൊക്കെയോ പറഞ്ഞ് എന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി വിടാനാണോ നിന്റെ ഉദ്ദേശം? ഞാൻ ആന്റിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയതൊന്നുമല്ല. എന്നാൽ ആന്റി ആകെ കുഴപ്പത്തിലാണ്. അത് ആന്റിക്ക് തന്നെ അറിയാം. ഞാൻ ആന്റി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഞാനിപ്പോൾ പറഞ്ഞത് ആന്റിയുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഓ ചെല്ല്, പോയി ആദ്യം അത് പരിഹരിക്കാം. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ആന്റിക്ക് മനസ്സിലായ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോവില്ല. കേട്ടോ? പാളയത്തിൽ തന്നെ പട നടത്തുന്ന വീട്ടിനകത്തെ ആന്റിയുടെ ശത്രുക്കളെ ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം വാ എന്നോട് അംഗം വെട്ടാൻ.
കരുതിയിരുന്നു. ശത്രുവിന്റെ കയ്യിൽ നിന്നും ആയുധം തെറിച്ചു പോകുമ്പോഴല്ല, ശത്രുവിന്റെ മനസ്സ് തളരുമ്പോഴാണ് വിജയം. ദാസേട്ടാ, ഓ ഗുരുജിയുടെ അടുത്തേക്ക് പോട്ടെ. ശരി മേഡം. ആ ദാസേട്ടാ, മേഡം. കാറിലിരിക്കുന്ന ആ പഴത്തട്ട് കൂടിങ്ങെടുത്തോളൂ. ശരി മേഡം. നമസ്കാരം. നമസ്കാരം. ഗുരുജി ഇപ്പൊ വരും. ഗുരുജി വരുന്നു. നമസ്കാരം ഗുരുജി. നമസ്കാരം. ദാസേട്ടാ, കൊടുത്തോളൂ. ഇതൊക്കെ എനിക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഇതെന്റെ മനസ്സിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി മാത്രം ഗുരുജി. നിരസിക്കരുത്. സ്ഫടികലിംഗത്തിന്റെ വിഷയത്തിൽ എന്റെ മനസ്സിൽ ചില സംശയങ്ങളും ചില കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗുരുജി. അതൊക്കെ ഗുരുജിയോട് ചോദിച്ചറിയണം. അതിനാ ഞാനിപ്പോ അങ്ങേ കാണാൻ വന്നത്. ഒരു നിമിഷം. അകത്തേക്ക് എത്തിക്കൂ. ഗുരുജി, എന്റെ മനസ്സിൽ എന്തൊക്കെയോ. മനുഷ്യ മനസ്സുകളിൽ ഉരുത്തിരിയുന്ന പല സംശയങ്ങളും പൂരിപ്പിക്കാനാവാത്ത സമസ്യ പോലെ ഉത്തരങ്ങളില്ലാത്തതായിരിക്കും. അതിൽ പലതിനും ഉത്തരം കണ്ടെത്താനാണ് ഞാൻ സദാസമയവും ഈശ്വര ധ്യാനത്തിലിരിക്കുന്നത്. അഖിലയുടെ പ്രശ്നം എന്താണ്? അത് പറയൂ. കുളത്തിൽ നിമഞ്ജനം ചെയ്യപ്പെട്ടിരുന്ന സ്ഫടിക ശിവലിംഗം എന്റെ രണ്ടാമത്തെ മരുമകൾ നന്ദനയുടെ കൈകളിലേക്കാണ് വന്നു ചേർന്നത്. അവൾ അതുമായി കരയിലേക്ക് വരും വഴി ശിവലിംഗം കൈകളിൽ നിന്ന് വഴുതി താഴേക്ക് വീഴാൻ പോയി. എന്നാൽ അല്പം മാറി തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്ന കല്യാണി അത് കൈകളിൽ താങ്ങി ഭദ്രമായി പിടിച്ചു. പറയൂ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്?
കുളത്തിലേക്ക് വീഴാൻ പോയ ശിവലിംഗത്തെ താഴെ വീഴാതെ കല്യാണി താങ്ങിയത് ഒരു തരത്തിൽ എനിക്ക് സന്തോഷമായെങ്കിൽ പോലും എന്റെ മരുമക്കളുടെ കയ്യിൽ കിട്ടേണ്ട ശിവലിംഗം കല്യാണിയുടെ കൈകളിലേക്ക് ചെന്ന് വീണത് എനിക്കല്പം അസ്വസ്ഥതയുണ്ടാക്കി ഗുരുജി. ഗുരുജി മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാ, ആ സ്ഫടിക ശിവലിംഗം തിരികെ കുളത്തിലേക്ക് വീണാൽ വലിയ ആപത്തുണ്ടാവുമെന്ന്. അത് വീഴാതെ കാത്തത് കല്യാണിയാ. എന്താ ഗുരുജി ഇതിന്റെ അർത്ഥം? സ്ഫടിക ശിവലിംഗം അതിന്റെ തിരുവിളയാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ഗുരുജി എന്താ പറഞ്ഞു വരുന്നത്? ശിവലിംഗം എത്തേണ്ട കൈകളിൽ തന്നെ എത്തുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഗുരുജി, അതെന്റെ മരുമകൾ നന്ദനയുടെ കൈകളിൽ തന്നെ എത്തിയത്. വെള്ളത്തിനു മുകളിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. വെള്ളത്തിനടിയിൽ അഗാധതയിൽ നടന്ന ഒരു കാര്യവും നിങ്ങൾ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അഖില അറിയാത്തൊരു കാര്യം കൂടി ഞാനിപ്പോ പറയാം. ആഴത്തിൽ നിമഗ്നം ചെയ്യപ്പെട്ടിരുന്ന സ്ഫടിക ശിവലിംഗം നന്ദനയുടെ കൈകളിലല്ല കിട്ടിയത്. അത് ചെന്നു ചേർന്നത് കല്യാണിയുടെ കൈകളിലാണ്. വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ നന്ദനയുടെ കൈകളിലാണ് ശിവലിംഗം കിട്ടിയത്. അത് ഞാൻ കണ്ടതാണല്ലോ ഗുരുജി. വെള്ളത്തിനടിയിൽ കിടന്ന ശിവലിംഗം കല്യാണിയുടെ കൈകളിലേക്ക് എത്തിയതും വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ കല്യാണി അത് നന്ദനയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതും സാക്ഷാൽ മഹാദേവന്റെ ലീലാവിലാസങ്ങൾ മാത്രം. ഇതിന്റെ കാരണം എന്താ ഗുരുജി? ഇതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണിതിന്റെയൊക്കെ അർത്ഥമെന്ന് സ്വയം പരിശോധിച്ച് കണ്ടെത്തുക തന്നെയാണ് ബുദ്ധി. ഏതായാലും ഒന്നുറപ്പിച്ചോളൂ, ശിവലിംഗം അതെത്തേണ്ട കൈകളിൽ തന്നെയാണ് ഭദ്രമായി എത്തിയിരിക്കുന്നത്. ഇനി മുതൽ പ്രപഞ്ചശില്പിയായ ദൈവം ആ സ്ഫടിക ശിവലിംഗത്തിലൂടെ ദൈവനീതി നടപ്പിലാക്കും. നേരിടാൻ തയ്യാറായിക്കൊള്ളുക. അവൻ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കാധാരമായവൻ. എല്ലാത്തിനും അവൻ തന്നെ സാക്ഷി. അല്ല ഗുരുജി, ഗുരുജിക്ക് ധ്യാനത്തിനുള്ള സമയമായി. ഇനി ആരോടും സംസാരിക്കില്ല.